അമ്മാവ, അമ്മാവൻ സ്റ്റേഷനിലേക്ക് വിളിക്കൂ. പുതിയ ഇൻസ്പെക്ടർ വന്നു എന്ന് റൈറ്ററോട് ചോദിക്കൂ. ശരി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇത് എസ്.പിയുടെ വീട്ടിൽ നിന്നാണ്. പുതിയ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ടോ? ശരി. ഇരിക്കും. 4-5 കേസ് പെൻഡിങ്ങിലിരിക്കുകയാണ്. നേരത്തെയുള്ള ഇൻസ്പെക്ടർ ശരിയല്ല. അതുകൊണ്ടാണ് DIGയോട് പറഞ്ഞ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തത്. കേസ് ഫയൽ നമ്പർ 7 കേസ് ഉടനെ കണ്ടുപിടിക്കണം. വെള്ളറട വേലായുധ പണിക്കർ മെമ്മോറിയൽ ഹൈസ്കൂളിലെ ഒരു കുട്ടിയുടെ മാല 2 മാസത്തിനു മുമ്പ് 3-4 റൗഡികൾ കട്ട് ചെയ്തുകൊണ്ടുപോയി. ആ സ്കൂളിലെ മാനേജർ, അതായത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, പെറ്റീഷൻ അയച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കണം. DIG എന്നോട് പല പ്രാവശ്യം ഫോൺ ചെയ്ത് അന്വേഷിക്കുന്നു. അതുടനെ ശരിയാക്കണം. ഓക്കെയുള്ളൂ. നിൽക്കൂ. ഇവിടുത്തെ സിനിമാ തിയേറ്റർ പ്രൊപ്പറേറ്റർ മിസ്റ്റർ തമ്പിയുടെ വീട് ആറാട്ടുകുഴിയാണ്. അദ്ദേഹത്തെ കണ്ട് ഞാൻ വരാൻ പറഞ്ഞതായി പറയണം. ശരി സർ. സിവിൽ ഡ്രസ്സിൽ പോയാൽ മതി. നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്ന് പറയണം. ശരി. ശരി സർ. ഇഷ്ടപ്പെടുന്നു. ശാന്തിക്ക് വേറെ ആരുമില്ലേ? ഞാൻ എറണാകുളത്ത് ഷീല ഹോട്ടലിൽ ക്യാബ്ര ഡാൻസർ ആയിരുന്നു. അപ്പോൾ ഒരു പ്രായം ചെന്ന ആൾ എന്നെ സ്നേഹിക്കുകയും തുടർന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ വീട് എന്റെ പേരിൽ എഴുതി തരികയും ചെയ്തു. മസ്കറ്റിൽ നിന്നും ടെലിഗ്രാം വന്നപ്പോൾ അദ്ദേഹം മസ്കറ്റിലേക്ക് പോയി. അതിനുശേഷം 1 മാസം 5000 രൂപ അയച്ചു തന്നു. 3 മാസമായി കാശൊന്നും വരുന്നില്ല. അതിനെന്താ, എല്ലാം ഞാൻ ശരിയാക്കാം. എന്താ സാർ? തമ്പി ഒന്ന് കാണണം. സാർ ഇരിക്കൂ, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. പുതിയ SI സാറിനെ കാണാൻ വന്നിരിക്കുന്നു. ഇരിക്കാൻ പറയും. എന്താ സാർ കാര്യം? SP വീട്ടിൽ ചെന്ന് കാണാൻ അദ്ദേഹം പറഞ്ഞു. ശരി. എന്താ വല്ലാതെ? പഴയ മുഖ ഐശ്വര്യമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. നിങ്ങളുടെ ഭാര്യയുടെയും കുട്ടികളുടെയും ഭാഗ്യം കൊണ്ടും അങ്ങയുടെ അനുജത്തിയുടെ ഐശ്വര്യവും കൊണ്ട് വീടും സ്വത്തുക്കളും കിട്ടി.
വീട്, ജോലിക്ക് നിൽക്കുന്ന സ്ത്രീക്ക് നിങ്ങൾ ദാനം ചെയ്തു. നിങ്ങളെ വിലക്കാൻ ആരുമില്ല. ഇനിയെങ്കിലും ഉള്ള സ്വത്തുക്കൾ കൊണ്ട് നല്ലവണ്ണം ഭാര്യയോടും കുട്ടികളോടും കൂടി ജീവിക്കണം. അതിനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. എന്റെ അടുത്ത് ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. മിസ്റ്റർ തമ്പി, നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം ഈ ഡിസ്ട്രിക്റ്റിൽ ആർക്കും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനോട് ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. മറ്റുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടണ്ട. മിസ്റ്റർ തമ്പി, എന്തു പറഞ്ഞാലും നിങ്ങൾ എതിർത്ത് സംസാരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം സഹോദരി ഈ കേരള സംസ്ഥാനത്തിൽ IAS പാസ്സായി കളക്ടർ പോസ്റ്റിലേക്ക് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവിക്ക് ഈ ഡിസ്ട്രിക്റ്റിൽ അടുത്ത് തന്നെ കളക്ടർ പോസ്റ്റ് കിട്ടും. എന്റെ സഹോദരി ഒരു പോലീസ് ഓഫീസറുമായി ചുറ്റി നടക്കുകയാണ്. മിസ്റ്റർ തമ്പി, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ലോക്കപ്പിലിടാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ദേവി എന്റെ ക്ലാസ്മേറ്റാണ്. അവളെപ്പോലെ നല്ലൊരു സ്ത്രീ വേറെയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അവിടെ കിട. നിങ്ങൾക്ക് ധാരാളം വസ്തുക്കളുണ്ടെന്ന് എനിക്കറിയാം. ഇതുവരെ എനിക്കൊന്നും തന്നിട്ടില്ല. എനിക്ക് 10 ഏക്കർ എസ്റ്റേറ്റ് തരൂ. നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. പക്ഷേ എനിക്ക് നീ മാത്രം മതി. ചേച്ചി, ചേച്ചി, അണ്ണൻ വരുന്നു. കോമള, എന്താ? ഞാൻ പറഞ്ഞില്ലേ എല്ലാം ശരിയാകുമെന്ന്. നീ പോയി ലല്ലുവിനെ ചിത്രയും വിളിച്ചിട്ട് വരും. ശരി ചേച്ചി. അണ്ണ, അണ്ണൻ ഇരിക്കൂ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഞാൻ ഇരിക്കാനല്ല വന്നത്. എനിക്ക് എന്റെ കുട്ടികളുടെ 10 ഏക്കർ വേണം. എന്റെ പേരിൽ എഴുതി തരണം. എന്തു പറഞ്ഞു? കുട്ടികളുടെ എസ്റ്റേറ്റ് വേണമെന്നോ? അണ്ണൻ ഇത്രയും ക്രൂരനാകരുത്. ഞാൻ ചോദിക്കുന്ന എന്റെ കുട്ടികളുടെ സ്വത്താണ്. അതെനിക്ക് വേണം, എനിക്ക് കിട്ടണം. ആ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അണ്ണൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് 10 ഏക്കർ വേണം. ഇനിയും നശിപ്പിക്കാനായി ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. മാറി കസത്തെ. മക്കളെ, തമ്പി സാർ, ദയവ് ചെയ്ത് ഈ കുടുംബത്തെ ഉപേക്ഷിക്കരുത്. സാർ കൈവിടിഞ്ഞാൽ ഈ കുടുംബം അനാഥരാകും. എനിക്ക് പോലും നേർവഴി ഉപദേശിച്ചു തന്ന സാർ ഇനിയും നല്ല മനസ്സുകളെ. മാറി നിൽക്കട. എന്നെ ആരും ഉപദേശിക്കണ്ട. ഞാൻ വീണ്ടും വരും. അന്ന് എനിക്ക് സ്വത്തുക്കൾ എഴുതി തന്നില്ലെങ്കിൽ നടക്കുന്നത് വേറെ ആയിരിക്കും. ചേച്ചി കേട്ടോ, അണ്ണൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്? കുട്ടികളുടെ സ്വത്തുക്കൾ എഴുതി കൊടുക്കണത്രേ. എന്തിനാ ദേവി അദ്ദേഹത്തെ എതിർക്കുന്നത്? ആ സ്വത്ത് നമുക്ക് എഴുതി കൊടുക്കാം. എല്ലാം നശിക്കട്ടെ. ഇനി ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇനിയും തുടർന്നാൽ നമ്മുടെ കുട്ടികൾ നാളെ ഭിക്ഷക്കാരായി നിൽക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. സ്വന്തം കുട്ടികളെ പോലും സ്നേഹിക്കാൻ കഴിയാത്തയാൾ നമുക്കാരുമല്ല. നമുക്ക് സ്നേഹവും ആദരവും നൽകിയിരുന്ന നമ്മുടെ അണ്ണൻ മരിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കുട്ടികളെ നമുക്ക് വളർത്തി വലിയവരാക്കണം.